ഈ ചോറിലേക്ക് ഒഴിക്കണ കട്ടിയുള്ള കറി കാണുമ്പോൾ നമ്മുടെ അങ്കമാലിക്കാർക്ക് കാര്യം മനസ്സിലാവും. അതെ, നമ്മുടെ അങ്കമാലി മാങ്ങക്കറിയാണ്. എന്തൊക്കെ പറഞ്ഞാലും അങ്കമാലി മാങ്ങക്കറി ഒരു വികാരം തന്നെയാണ്. അത് അങ്കമാലിക്കാർക്ക് പ്രത്യേകിച്ച്. ആ ചോറും മാങ്ങക്കറിയും കുറച്ച് ബീഫും അത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ഏത് ഫുഡ് കഴിച്ചാലും എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. നമ്മുടെ റിയൽ ആയിട്ടുള്ള അങ്കമാലി മാങ്ങക്കറി കഴിക്കണമെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിലേന്നോ അല്ലെങ്കിൽ വല്ല പെരുന്നാളുകൾക്കോ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അങ്കമാലിയിൽ മാങ്ങക്കറി ഇത്ര ഫേമസ് ആണെങ്കിലും ഒരു സ്ഥലത്ത് പോലും നല്ല മാങ്ങക്കറി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മാങ്ങക്കറി കുറച്ച് ചോറിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഗ്രേവിയുള്ള ബീഫും, നല്ല നെയ്യുള്ള ബീഫാണെങ്കിൽ പൊളിക്കും മക്കളെ. ആ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം മതി ഒരു കലം ചോറിനാനായിട്ട്. എന്തോ ഡയറ്റ് ആയതുകൊണ്ട് കുറച്ചേ കഴിച്ചോളൂ. ആ ചട്ടി വരെ വടിച്ചിട്ടാണ് ഞാൻ ആ പാത്രം കഴുകിയിട്ട് നിർത്തിയത്.